ഹായ്, ഞാൻ ഏറ്റവും കൂടുതൽ ലോങ് വീഡിയോസ് ഇട്ടതല്ലേ എനിക്ക് തോന്നുന്നു ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന വ്ളോഗാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇട്ടത്. ആസ് യൂഷ്വലി ഇന്നും ഒരു ട്രാവൽ ചെയ്യുന്ന വ്ളോഗാണ്. ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ്. കാരണം ഇങ്ങനത്തെ നേരത്തൊന്നും പ്ലാനൊന്നും ആക്കിയിട്ടില്ല. എവിടേക്കാന്ന് പോകുന്ന ഒരു നിശ്ചയമില്ല. ആകെ ഒരു പോയിന്റ് അറിയും, മൂന്നാർ എന്ന് പറഞ്ഞ് പോകുന്നതാണ്. ഇനി എവിടത്തേക്കെല്ലാം എത്തും? അതായത് നമ്മൾ ഒറ്റ മൈൻഡ് എന്ന് പറയൂലേ, മൂന്നാറിന്ന് ഇപ്പോൾ റൂം കിട്ടില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താവും അറിയില്ല, ഒറ്റ മൈൻഡിൽ പോവുകയാണ്. എനിക്കില്ലേ ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കാര്യങ്ങളോടൊരു അന്തകത എനിക്ക് മനസ്സിലായില്ല, ഇതെന്താവുമെന്ന്. ഉറപ്പുണ്ട്. ഞാൻ മറ്റേ ഡോക്ടർ ക്രോണട്ടാ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ, ഒരു ഇൻസ്റ്റയിൽ ഓൻ്റെ സ്റ്റോറി കാണലുണ്ട്. മൂന്നാറിൽ ജനുവരി വരെ റൂംസൊക്കെ ബുക്കഡാണ്. ശരിക്കില്ല, കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ ഒരു ഇത് ചെല്ലുന്നുണ്ട്, നമുക്ക് വണ്ടർലാക്കല്ലോ പോവാന്ന്. റസി എന്നോട് പറഞ്ഞു ഒരു 3 ഡ്രസ്സ് പാക്ക് ആക്കിക്കോന്ന്. പിന്നെ ചെല്ലുന്നുണ്ട് 4 പ്ലസ് നീ ഇട്ടത് 5. കഴിഞ്ഞ ഹൈദരാബാദ് ട്രിപ്പ് പോകുമ്പോൾ ഞാൻ അതിന് കുറച്ച് ഷോർട്സൊക്കെ ഇട്ടായിരുന്നു പാക്ക് ചെയ്യുന്നതും. അതെല്ലാം നമ്മൾ പ്രിപ്പേർഡ് ആയിരുന്നു, വെൽ പ്ലാൻഡ് മെൻ്റലിയൊക്കെ പ്രിപ്പേർഡ് ആയിരുന്നു. പോവാന്നൊക്കെ അല്ല, നേരത്തെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട്, അതായത് പാക്കേജ് എടുത്തിട്ട് പോയുണ്ട്. ഇത് പാക്കേജും ഇല്ല, ഒരു കിണ്ടിയും ഇല്ല, ഇങ്ങനെ പോക്കാന്ന്. മേ ബി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതായിരിക്കും ഭയങ്കര മെമ്മറി ഉണ്ടാകുന്ന ഒരു ട്രിപ്പ്. അല്ലെങ്കിൽ എല്ലാത്തിനെ പോലെ 3G ആയിട്ട് തിരിച്ചു വരും. അപ്പോൾ റസി ചെല്ലാണ് നമുക്ക് വണ്ടർലാക്കെല്ലാം പോവാണ്. വണ്ടർലാക്കെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കാല് കുത്തിയ സ്ഥലം ഉണ്ടാവില്ല, ഉറപ്പ്. അതാണെന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ണൂർ വിസ്മയൊക്കെ പോലെ, വിസ്മയിൽ പെരുന്നാൾ കഴിഞ്ഞിട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സ് കഴിഞ്ഞാൽ ഇങ്ങനെ ലീവുള്ള സമയത്തെല്ലാം പോയെങ്കിൽ കാല് കുത്തി ഇറങ്ങുന്ന ഇല്ലല്ലോ, അതുപോലെ നന്നായിട്ടുണ്ടാവും ആടോ. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് ലെങ്തി ആയിരിക്കും. ഇല്ല, ഞാൻ ഒരു 7 മിനിറ്റിൽ ഒതുക്കാൻ നോക്കും. പക്ഷെ അത്ര ഒരുപാട് ലെങ്തി ആവില്ല. എന്തായാലും മൊത്തം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതായത് എൻ്റെ ഈ ലോങ് വീഡിയോസ് ഞാൻ ഇനി എന്ത് ചെയ്യണം നിങ്ങൾക്ക് പറയാമല്ലോ. ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കമൻസൊക്കെ ഇട്ടോടി, എന്തോന്നിത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒരു 3-4 ദിവസത്തേക്ക് വീട് വിട്ട് നിൽക്കുന്നല്ലേ, അപ്പോൾ വേണ്ട പെട്ടിയും പ്രമാണമൊക്കെ റസി കാറിൽ അറേഞ്ച് ചെയ്യുക. അധികം നമ്മൾ കുഞ്ഞു കുഞ്ഞു ബാഗ്സ്, അതായത് ബാക്ക് പാക്കില്ല, അതിലൂടെ സാധനമൊക്കെ എടുത്തത്. അതായത് ഡ്രസ്സൊക്കെ എടുത്തത്, വലിയ ട്രോളിയൊന്നും എടുത്തിട്ടില്ല. കാറിലെ ഡിക്കിൽ അത്രേ സ്പേസ് ഉള്ളൂ. പിന്നെ എന്തെങ്കിലും നമ്മൾ പോയി എടുത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അതും കൊണ്ടുവരാൻ സ്പേസ് വേണ്ടേ, അതുകൊണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഒരു പ്ലാനും ഇല്ല. മൂന്നാമത്തെ ഒരു സംഭവം അറിയും നമുക്ക്. ഇനി അടത്തിയിട്ട് വേണം അത് ഇത് എന്ന് പറയാൻ. ഒരു ആഡാക്കിയിട്ടാണ് ഇതില്ലേ, സേബാൻ്റെ മുടി കുറച്ച് സ്ട്രൈറ്റ് ചെയ്ത് ഇപ്പം മറ്റേ എന്തിരൻ 2.0 ആയിട്ടുണ്ട്. ഓക്കെ, പണ്ടത്തെ സേവയായിരുന്നു രസം. ഇത് ഇപ്പോൾ എന്താ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് ഇത്. ഓക്കെ, ഓൾക്ക് ഈന് വേണ്ടിട്ട് ഒരു ഷൂ മേടിച്ചിട്ടുണ്ടല്ലോ രാത്രി പോയിട്ട് കാണിച്ചു. ഇതാ സേവാന ഷൂ. ഇത് തൊപ്പി വെച്ച വാ. എന്തായാലും അവിടെ വെച്ച് കാണാം. 7 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങാൻ തന്നെ ഒരു 8-8:30 ആയിരുന്നു കേട്ടോ. പിന്നെ കോഴിക്കോട് എത്താനാകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. നമ്മൾ ഫുഡൊക്കെ മേടിച്ചതല്ല, നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ കിഴി പോലെ ചെയ്തെടുത്തത്. അന്ന് പത്തലും ചിക്കൻ കറിയും. പിന്നെ അത് കഴിക്കാൻ ചെറിയൊരു കടയിൽ കയറിയിട്ട് അവിടെ അവരോട് ചോദിച്ചിട്ട് അത് കഴിച്ചു. എന്നിട്ട് നേരെ നമ്മൾ പോയത് അതിരപ്പള്ളി വാട്ടർഫോൾസ്. ഫസ്റ്റ് നമ്മൾ പോയത് ഇത് വാട്ടർഫോൾസ് കാണാനാണ്. പക്ഷെ നമ്മൾ അവിടെ എത്താൻ ഇച്ചിരി അധികം ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അവിടെ ഒരു 5:30 വരെ മാത്രമേ തോന്നുന്നു ടിക്കറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എത്തിയത് അതും കഴിഞ്ഞിട്ടായതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. പിന്നെ ദൂരത്ത് നിന്ന് കാണാൻ പറ്റും, അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വന്നു. ദൂരത്തു നിന്ന് കാണാനുള്ള കാഴ്ച മാത്രം ഉള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൾസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഡിന്നർ കഴിച്ചത് ഇവിടെ അങ്കമാലി ആ ഒരു സ്ഥലത്താണെന്ന് തോന്നുന്നു. അവിടുന്ന് വേഗം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും മൂന്നാറിലോട്ട് യാത്ര തിരിച്ചു. കാരണം നമുക്ക് പെട്ടെന്ന് എത്തണമായിരുന്നു. പിന്നെ റൂം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഡ്രൈവർ തന്നെ സെറ്റ് ചെയ്ത് തന്നായിരുന്നു. ശരിക്കും വിചാരിച്ചത് നമുക്ക് റൂം കിട്ടൂലെന്ന്. കാരണം ഞാൻ കുറച്ച് ആൾ സ്റ്റോറിയൊക്കെ കണ്ടായിരുന്നു, മൂന്നാറിൽ ജനുവരി വരെ എല്ലാ റൂംസൊക്കെ ബുക്കിടാന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു വലിയ ഹോപ്പൊന്നും ഉണ്ടല്ലോ, അത് വണ്ടിയിലൊന്നും ഇരിക്കേണ്ടി വരുമോ എന്നെല്ലാം ഉണ്ടായിന്. പിന്നെ നമുക്ക് റൂം കിട്ടി എന്തായാലും. അപ്പോൾ ഡേ 2 നമ്മൾ മൂന്നാറൊക്കെ എക്സ്പ്ലോർ ചെയ്തത്, മൂന്നാറും പിന്നെ ഹിൽ ടോപ്പൊക്കെ എക്സ്പ്ലോർ ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽ വ്ളോഗായിട്ട് ഞാൻ വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ എന്താ പറയാൻ പറ്റും. കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ പറയാനുണ്ട്, അത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതുപോലെ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ചാച്ചാ.